ഗുഡ് മോർണിംഗ് ഓൾ. ഹായ്, ഞാൻ അഞ്ജിത കെ മനോജ്. ഞാൻ MSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്. ഞാനിവിടെ മെയിൻലി ക്ലാസ് എടുക്കുന്നത് FSOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ എൻ്റെ ടോപ്പിക് വരുന്നത് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിരുന്നു. അതിൽ ന്യൂട്രിയൻസ് എന്താണെന്നും ന്യൂട്രിയൻസിനെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു എന്നും ആണ് പറഞ്ഞത്. ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സബ്സ്റ്റൻസ് ആണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിക്ക് എന്നും അതിന്റെ ആഡ്ക്വേറ്റ് എമൗണ്ടിൽ കിട്ടിയിരിക്കണം, എങ്കിലേ ബോഡി അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുള്ളൂ. ബോഡിയുടെ എല്ലാ ഫങ്ഷൻസിനും ആഡ്ക്വേറ്റ് ആണ് ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. അത് നമുക്ക് കിട്ടാനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ന്യൂട്രിയൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ്. മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, അതായത് ഉയർന്ന അളവിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിലാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇത്രയും വരുന്നത് മൈക്രോ ന്യൂട്രിയൻസിന്റെ അണ്ടറിലാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് മാക്രോ ന്യൂട്രിയൻസിന്റെ അത്രയും ഉയർന്ന അളവിൽ വേണ്ട. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മതി. പക്ഷെ കുറച്ച് മതിയെങ്കിൽ പോലും അത് തീരെ ഇങ്ങനെ വേണ്ട എന്നുള്ള രീതിയിലല്ല, അത് അതിന്റെ കൃത്യം അളവില് മില്ലിഗ്രാം ആണെങ്കിൽ പോലും അതിന്റെ അളവിൽ ബോഡിയിൽ വേണം, എങ്കിലേ ബോഡിയിലെ നോർമൽ മെറ്റാബോളിസം, ഗ്രോത്ത്, മെയിൻ്റനൻസ്, റിപ്പയർ, റീപ്രൊഡക്ഷൻ എന്നീ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് ഈ മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞ അളവിൽ മതി എങ്കിൽ പോലും നമ്മുടെ ബോഡിക്ക് ആ പറഞ്ഞിരിക്കുന്ന അളവിൽ വേണം, എല്ലാ ദിവസവും വേണം, എങ്കിൽ ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഈ മൈക്രോ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസും മിനറൽസും. ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ടോ എല്ലാ വൈറ്റമിൻസിനും അതിൻ്റെതായ സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്. അല്ലാതെ എല്ലാ വൈറ്റമിൻസിനും ഒരേ ഫങ്ഷൻ അല്ല, എല്ലാ വൈറ്റമിൻസിനും സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ബോഡിയിൽ ആ പറഞ്ഞ അളവിൽ എത്തിയിരിക്കണം. അല്ലാതെ ഇന്ന് വൈറ്റമിൻ A അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഫങ്ഷനും ബോഡിയിൽ നടക്കണം എന്നില്ല. എല്ലാ ഫങ്ഷനും ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ വൈറ്റമിൻ A, D, E, K തുടങ്ങിയ എല്ലാ വൈറ്റമിൻസും ഉള്ള ഫുഡ് കഴിക്കണം. അങ്ങനെ തന്നെയാണ് മിനറൽസിന്റെ കാര്യം. മിനറൽസിനും അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫുഡില് ഈ മിനറൽസ് റിച്ച് ആന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് മാത്രം നിത്യം കഴിച്ചുകൊണ്ടിരുന്നാല് ആ മിനറൽസ് മാത്രമേ നമ്മുടെ ബോഡിയിൽ ചെല്ലുള്ളൂ. ബാക്കി മിനറൽസിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മിനറൽസ് നടത്തുന്ന ഫങ്ഷൻസും നമ്മുടെ ബോഡിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ബോഡി വീക്ക് ആവും. വൈറ്റമിൻസ് മിനറൽസിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ്. മെയിനായിട്ട് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ D ഒഴിച്ച് ബാക്കി ഒന്നും നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. വൈറ്റമിൻ D എന്ന് പറയുന്ന വിറ്റാമിൻ നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടും. അത് നമുക്ക് സൺലൈറ്റ് ആവശ്യത്തിന് സൂര്യപ്രകാശം രാവിലെയും വൈകുന്നേരവും കൊണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബോഡി അത് സ്വയം പ്രിപ്പയർ ചെയ്യും, വൈറ്റമിൻ D. പക്ഷെ ബാക്കി വൈറ്റമിൻ A, C, K, പിന്നെ B കോംപ്ലക്സ്, ഈ വൈറ്റമിൻ ഒന്നും നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, സിന്തസൈസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വേണം വൈറ്റമിൻ D ഒഴിച്ച് ബാക്കി എല്ലാ വിറ്റമിൻസും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാ വൈറ്റമിൻസിനും അതിൻ്റെതായ സ്പെസിഫിക് ബയോകെമിക്കൽ റോൾസും ഉണ്ട്. വൈറ്റമിൻസിനെ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് വൈറ്റമിൻ A, D, E, K. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസിൽ വരുന്നതാണ് വൈറ്റമിൻ B കോംപ്ലക്സും സിയും. ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ A പറ്റി പറയാം. വൈറ്റമിൻ എയില് നമുക്ക് റോള്, സോഴ്സ്, എന്താന്നൊക്കെ പറയാം. വൈറ്റമിൻ എയുടെ വേറൊരു പേരാണ് റെറ്റിനോൾ എന്നുള്ളത്. ഇതിന് കുറെ ഫങ്ഷൻസ് ഉണ്ട് ബോഡിയിൽ.
മെയിൻ ആയിട്ട് വൈറ്റമിൻ എയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണ്ണിനെ കണ്ണിന് കാഴ്ച കൊടുക്കുക, അതാണ് വൈറ്റമിൻ എയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ വൈറ്റമിൻ എയുടെ മെയിൻ റോൾസ് ഏതിലൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബോൺ ഗ്രോത്ത്, നമ്മുടെ എല്ലിന്റെ ഒക്കെ ബോൺസിന്റെ ഒക്കെ ശരിയായിട്ടുള്ള വളർച്ച, അതേപോലെ തന്നെ ടൂത്ത് ഡെവലപ്മെന്റ്, പല്ലിന്റെ ഒക്കെ വളർച്ച, അതേപോലെ റീപ്രൊഡക്ഷൻ, പിന്നെ സെൽ ഡിവിഷൻ, ബോഡിയിൽ നടക്കുന്ന സെൽ ഡിവിഷൻ, പിന്നെ ജീൻ എക്സ്പ്രഷൻ, ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഒന്നും വരാതെ ജീനിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ വൈറ്റമിൻ എ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ റെഗുലേഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒക്കെ റെഗുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, ഐസ്, മ്യൂക്കസ് മെംബ്രെയിന്, അതായത് മൗത്തിലും നോസിലും ത്രോട്ടിലും ലങ്സിലും ഒക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ ഇമ്പോർട്ടൻ്റ്. മൂക്കും നക്കും ഒക്കെ മോയ്സ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എയുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് റോൾ എന്ന് പറഞ്ഞാൽ അത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസ് നല്ലതല്ല. ഫ്രീ റാഡിക്കൽസ് കാരണമാണ് പല ക്യാൻസറും ഈ ഫ്രീ റാഡിക്കൽസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഫ്രീ ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫ്രീ റാഡിക്കൽ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യുന്നു. ഈ വൈറ്റമിൻ എ ഒരു ഇമ്പോർട്ടന്റ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ക്യാൻസറിന്റെ പ്രിവെൻഷനും ഇത് സഹായിക്കുന്നു. അടുത്തത് നമ്മളെ ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ കിട്ടാനുള്ള മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഫ്രൂട്ട്സ്, ഫിഷ്, ലിവർ, അതൊക്കെയാണ് വൈറ്റമിൻ എയുടെ മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ ഡയറി പ്രൊഡക്ട്സ്, അതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ എ അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഈ വൈറ്റമിൻ എ ഫുഡിൽ കാണുന്നത് മെയിൻലി റെറ്റിനോയിക് ആസിഡ് അങ്ങനത്തെ ഫോംസിലാണ് വൈറ്റമിൻ എ മെയിൻ ആയിട്ട് ഫുഡിൽ കാണുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ് ഫുഡ്സിലാണെങ്കിൽ മെയിൻ ആയിട്ട് ബീറ്റാ കരോട്ടിന്റെ ഫോമിലാണ് വൈറ്റമിൻ എ കാണുന്നത്. ഈ ബീറ്റാ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ബോഡി ആ ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ആനിമൽ ഫുഡ്സിൽ റെറ്റിനോയിക് ആസിഡ് ഫോംസിലും പ്ലാന്റ് ഫുഡ്സിൽ ബീറ്റാ കരോട്ടിന്റെ ഫോമിലാണ് വൈറ്റമിൻ എ കാണുന്നത്. അതായത് റെറ്റിനാലും റെറ്റിനോയിക് ആസിഡും ഒക്കെ വൈറ്റമിൻ എയുടെ പ്രിക്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബീറ്റാ കരോട്ടിനും വൈറ്റമിൻ എയുടെ പ്രിക്യൂസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ബീറ്റാ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി കളർ റിച്ച് ആയിട്ടുള്ള, അതായത് കളർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കളർ അല്ല, നാച്ചുറലി കളറുള്ള ഫുഡ് ഐറ്റംസ് ഇല്ലേ, മെയിൻലി ഫ്രൂട്ട്സ് ഒക്കെ, അതായത് മുന്തിരിങ്ങ, മാംഗോ, ഓറഞ്ച്, പംകിൻ, അങ്ങനത്തെ ക്യാരറ്റ്, അതൊക്കെ അതായത് കളർ ഉള്ള ഫുഡ് ഐറ്റംസിലാണ് ബീറ്റാ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ളത്. ഈ ക്യാരറ്റും മാംഗോ ഒക്കെ ബീറ്റാ കരോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ബീറ്റാ കരോട്ടിൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ അതിനെ ബോഡി വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് ബീറ്റാ കരോട്ടിൻ കാണുന്നത്. ക്യാരറ്റ്, പംകിൻ, വിന്റർ സ്ക്വാഷ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ആപ്രിക്കോട്ട്സ്, അതൊക്കെ റിച്ച് സോഴ്സ് ഓഫ് ബീറ്റാ കരോട്ടിൻ ആണ്. പിന്നെ അതേപോലെ തന്നെ RDA എന്ന് കേട്ടിട്ടുണ്ടോ? RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറഞ്ഞാല് ICMR ആണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ബോഡിക്ക് ഒരു ദിവസം എന്തുമാത്രം അളവില് ഓരോ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ എത്തിച്ചേരണം എന്നുള്ളത് ഈ RDA ടേബിൾ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇത്ര എന്തുമാത്രം അളവിൽ നമുക്ക് ഓരോ, അതായത് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ എന്തുമാത്രം അളവിൽ നമ്മുടെ ബോഡിയിൽ വേണം എന്ന് തീരുമാനിക്കുന്ന ഈ RDA ടേബിൾ വെച്ചിട്ടാണ്.
ഓരോ ന്യൂട്രിയൻസിനും അതിൻ്റെതായ RD ഉണ്ട്, അല്ലാതെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു RD അല്ല. ഓരോ ന്യൂട്രിയൻസിനും അതിൻ്റെതായ RD ഉണ്ട്. ഈ വൈറ്റമിൻ എയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മൈക്രോഗ്രാംസിൽ അല്ലെങ്കിൽ മൈക്രോഗ്രാംസ് ഓഫ് റെറ്റിനോൾ ആക്ടിവിറ്റി ഇക്വലൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റെറ്റിനോൾ ആക്ടിവിറ്റി ഇക്വലൻസ് എന്ന് പറഞ്ഞാല് അത് 1 മൈക്രോഗ്രാം ഓഫ് റെറ്റിനോളിന് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ 12 മൈക്രോഗ്രാം ഓഫ് ബീറ്റാ കരോട്ടിനും ഈക്വൽ ആയിരിക്കും. ഈ RD എന്ന് പറയുന്നത് ഇൻഫൻസ്, ചിൽഡ്രൻസ്, അഡൾട്ടിൽ തന്നെ ഫീമെയിൽസ്, മെയിൽസ് അതിലൊക്കെ വ്യത്യാസമായിരിക്കും. ഫീമെയിലിനുള്ള പോലത്തെ RD ആയിരിക്കത്തില്ല മെയിലിനുള്ളത്. അവർക്ക് എനർജി റിക്വയർമെന്റ്സും ന്യൂട്രിയൻ റിക്വയർമെന്റ്സ്, ഏത് ന്യൂട്രിയന്റ് ആയാലും അതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു അഡോൾസെന്റ് ആണെങ്കിൽ ഗേൾസിനും ബോയ്സിനും ഉള്ള RD വ്യത്യാസമായിരിക്കും, അതിന്റെ അളവ് വ്യത്യാസമായിരിക്കും. കുറച്ച് മില്ലിഗ്രാംസിലെങ്കിലും അതിന് ഡിഫറൻസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എയുടെ RD എന്ന് പറയുന്നത് 900 mcg per day ഫോർ അഡൽട്ട് മെയിൽസും 700 mcg per day ഫോർ അഡൽട്ട് ഫീമെയിൽസും ആണ്. അതായത് 900 mcg per day ഒരു അഡൽട്ട് ആയിട്ടുള്ള മെയില് 900 mcg per day വൈറ്റമിൻ എ അവരുടെ ബോഡിയിൽ എത്തിയിരിക്കണം. അതായത് അതിന് മാത്രം ഒന്നെങ്കിൽ ബീറ്റാ കരോട്ടിനോ അല്ലെങ്കിൽ ആനിമൽസിൽ കാണുന്ന ഫോമിൽ, അതായത് റെറ്റിനോയിക് ആസിഡ് ആ ഫോമിൽ വൈറ്റമിൻ എ അവരുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. അതുപോലെ തന്നെ അഡൽട്ട് ആയിട്ടുള്ള ഒരു ഫീമെയിൽസിന് 700 mcg per day ആണ്. 700 mcg per day അത്രയും വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ എത്തിയിരിക്കണം. അതാണ് ഈ RD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ RD പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ടുള്ള ആൾക്കാർക്കും വ്യത്യാസമായിരിക്കും. അവർക്ക് എപ്പോഴും കുറച്ചും കൂടെ അഡൽട്ട് ഫീമെയിൽസിനെക്കാട്ടിലും ഉയർന്ന അളവിലാണ് ഏതൊരു ന്യൂട്രിയൻസും ആവശ്യമായിട്ട് വരിക. കാരണം ഒരു കുട്ടിയും കൂടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന്റെ ഉള്ളിൽ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചും കൂടെ വൈറ്റമിൻസ് ആയാലും മിനറൽസ്, ബാക്കി ഏത് ന്യൂട്രിയൻസ് ആയാലും കുറച്ചും കൂടെ കൂടിയ അളവിലാണ് വേണ്ടി വരിക. അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഫീവർ, ഇൻഫെക്ഷൻ, കോൾഡ്, അതേപോലെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അസുഖം ഉള്ളവർക്ക് പോലും വൈറ്റമിൻ എയുടെ അളവ് കുറച്ചും കൂടെ കൂടുതലാണ് വേണ്ടത്. അതേപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിനും ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്കും, അതേപോലെ തന്നെ റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഒക്കെ വൈറ്റമിൻ എയുടെ അളവ് കുറച്ചും കൂടെ കൂടുതൽ, അവര് എല്ലാ ദിവസവും കുറച്ചും കൂടെ കൂടുതൽ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ അളവിൽ വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുറെ നാളായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് ഈ പറഞ്ഞ അളവിൽ എത്തിയിട്ടില്ലെങ്കിൽ ബോഡി ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതിനെയാണ് ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. ഓരോ ന്യൂട്രിയൻസിനും അതിൻ്റെതായ ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ട്. ഇപ്പൊ ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അതിന് മാത്രം വൈറ്റമിൻ എ ഇല്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിൽ ഇല്ല. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റെയർ ആണ്. കാരണം നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും, അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിൽ പോലും വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ പോയാലും വല്ലപ്പോഴെങ്കിലും നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. അതായത് ക്യാരറ്റ്, പംകിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആരും തന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരിലും വൈറ്റമിൻ എ പറഞ്ഞ അളവിലില്ലെങ്കിൽ പോലും കുറച്ച് കുറവാണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് റെയർ ആണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മെയിനായിട്ട് സെറോഫ്താൽമിയ എന്ന് പറയുന്ന അസുഖമാണ്. അത് കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. പിന്നെ അതേപോലെ തന്നെ മെയിൻലി ഡെവലപ്പിംഗ് കൺട്രീസിൽ, അതായത് അധികം ഇങ്ങനെ എന്താ പറയാ ഫുഡൊന്നും അവൈലബിൾ അല്ലാത്ത ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഒരു പ്രോപ്പറായിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നൊക്കെ അറിവുള്ള വിദ്യാഭ്യാസമുള്ള കൺട്രീസിലൊക്കെ ഇത് കുറവാണ്. തീരെ ഇങ്ങനെ പാവപ്പെട്ട കൺട്രീസിലൊക്കെയാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൂടുതലായിട്ടും കണ്ടുവരുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ഡെഫിഷ്യൻസിയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളത് വൈറ്റമിൻ എയുടെ ഒരു ഡെഫിഷ്യൻസി സിംറ്റം ആണ്.
അതേപോലെ തന്നെ വെരി ഡ്രൈ റഫ് സ്കിൻ, അതൊക്കെ എന്താ, അതൊക്കെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ എ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി ഇൻഫെക്ഷനായിട്ടുള്ള റെസിസ്റ്റൻസ് ഒക്കെ കുറയും. പിന്നെ ഫോൾട്ടി ടൂത്ത് ഡെവലപ്മെന്റ്, ശരിയായിട്ടുള്ള പല്ലും ബോൺസും ഒക്കെ വളരാതിരിക്കാം, അതൊക്കെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ്. ഈ ഓരോ ന്യൂട്രിയൻസിനും ഡെഫിഷ്യൻസി മാത്രമല്ല, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് അതിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയാം. ഈ അളവ് കുറയുന്ന മാത്രമല്ല, ഈ വൈറ്റമിൻ എ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഇങ്ങനെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിൽ കൂടുതൽ വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വൈറ്റമിൻ എ ടോക്സിസിറ്റി എന്ന് പറയും. ടോക്സിസിറ്റി എന്ന് പറയുന്നത് വൈറ്റമിൻ എക്ക് മാത്രമൊന്നല്ല, ഏത് വൈറ്റമിൻസ് ആണെങ്കിലും നല്ലതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, എല്ലാ ദിവസവും അതിന്റെ ഓവർ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ അത് മാത്രം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിനെ നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റി എന്ന് പറയും. ടോക്സിസിറ്റി ആണ് ഉണ്ടാവുക. അതും നല്ലതല്ല. ഈ ഡെഫിഷ്യൻസിയൊക്കെ അപകടകരമാണ് ഈ ടോക്സിസിറ്റി ഉണ്ടാവുമ്പോൾ. ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോളറബിൾ ആയിട്ടുള്ള അപ്പർ ഇൻഡെക്സ് ലെവൽ ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് 3000 mcg RAE ആണ്. RAE എന്ന് പറഞ്ഞാല് റെറ്റിനോൾ ആക്ടിവിറ്റി ഇക്വലൻസ്. ഏറ്റവും ഉയർന്ന അളവിൽ നമ്മുടെ ബോഡിയിൽ എത്താൻ പറ്റുന്ന വൈറ്റമിൻ എ എന്ന് പറയുന്നത് 3000 mcg ആണ്. അതിൽ കൂടി കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാവും. അതേപോലെ തന്നെ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റ്സ് ഈ ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ ഒന്നല്ലാതെ നമുക്ക് തോന്നിയ പോലെ മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ ടോക്സിസിറ്റി കൂടുതലായിട്ടും സംഭവിക്കുന്നത്. അല്ലാതെ പലർക്കും കണ്ടുവന്നിരിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. ടോക്സിസിറ്റി വളരെ കുറവാണ്. ഈ ആവശ്യമില്ലാതെ കുറെ സപ്ലിമെന്റ്സ്, വൈറ്റമിൻ നല്ല വിചാരിച്ചിട്ടൊക്കെ സപ്ലിമെന്റ്സ് ഒക്കെ ആവശ്യത്തിലേറെ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ വൈറ്റമിൻ എ അല്ല, ഏത് തരത്തിലുള്ള ടോക്സിസിറ്റി ആണെങ്കിലും ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്ന വൈറ്റമിൻ എ ടോക്സിസിറ്റിയെ പറ്റിയിട്ടാണ്. അതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആൻഡ് ഇച്ചി സ്കിന്ന്, ഇച്ചി സ്കിന്ന്, പിന്നെ ഹെഡ് ഏക്ക്, നോസിയ, മനമറിച്ചില്, പിന്നെ വിശപ്പില്ലായ്മ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, അതേപോലെ ഡിസീനസ്, ബ്ലഡ് വിഷൻ, ഇങ്ങനെ ബ്ലറായിട്ടൊക്കെ കാണാം, പിന്നെ സ്ലോഡ് ഗ്രോത്ത്, വളർച്ചയൊക്കെ കുറയാം. അതൊക്കെയാണ് വൈറ്റമിൻ എയുടെ ടോക്സിസിറ്റി സിംറ്റംസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈറ്റമിൻ എ ടോക്സിസിറ്റി ഉള്ള ഒരാൾക്കാണ് കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഇഫക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹിപ്പ് ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ വൈറ്റമിൻ എ ടോക്സിസിറ്റി കാരണം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ഇപ്പൊ പറഞ്ഞ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റിയെ പറ്റിയിട്ട്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന വൈറ്റമിൻ ഡിയെ പറ്റിയിട്ടാണ്. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാല് നമുക്ക് ഫുഡിൽ നിന്നല്ല കിട്ടുന്നത്, നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മള് ഈ നട്ടുച്ചയ്ക്കുള്ള വെയിലല്ല, അതിന് പിന്നെ ഇളം വെയിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ. അതായത് രാവിലെ ഒരു 10 മണിക്ക് മുന്നേ ഉള്ളതും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമുള്ള വെയില്. അതിന്റെ ഇടയിലുള്ള വെയിൽ കൊള്ളാൻ പാടില്ല, കാരണം അതിൽ അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായിരിക്കും. അത് സ്കിൻ ക്യാൻസറിന് കാരണമാവും. അതുകൊണ്ട് ഇളം വെയിലാണ് കൊള്ളേണ്ടത്. അതിലാണ് വൈറ്റമിൻ ഡി ആ ഇളം വെയിൽ കൊണ്ടു കഴിയുമ്പോഴാണ് നമ്മുടെ ബോഡി വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി എന്ന് വിറ്റാമിൻ എന്തിനാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള കാൽസ്യം ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ മിനറൽ ആണ്, പക്ഷെ അതിന്റെ അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി കൂടിയേ തീരുള്ളൂ. അതായത് കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ നമ്മുടെ എല്ലിന്റെ ഒക്കെ വളർച്ചയ്ക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി നമുക്ക് കൂടിയേ തീരും. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കാൽസ്യം നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ, അതായത് ഈ എല്ലൊക്കെ ഫോം ചെയ്യാനും അതിന്റെ മെയിൻ്റെനൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ കാൽസ്യം ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യണമെങ്കിൽ ഈ ഏത് വിറ്റമിൻ വേണ്ട, വൈറ്റമിൻ ഡി നമുക്ക് കൂടിയേ തീരും. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ സെൽ ഗ്രോത്തിന്റെ കൺട്രോളിന് വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി ചിൽഡ്രന്റെ കേസ് പറയുകയാണെങ്കിൽ ആഡിക്കേറ്റ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഡി എന്തിനാന്ന് വെച്ചാൽ അവരുടെ
കുട്ടികളിലല്ലേ ഇങ്ങനെ ബോൺസും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ടീത്തൊക്കെ ഫോം ചെയ്യണ്ടേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും കുട്ടികൾക്ക് വൈറ്റമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാല് 2 ഫോമിലുണ്ട്. കോളേകാൽസിഫെറോളും അതായത് D3യും D2 എർഗോ കാൽസിഫെറോളും. ഈ വൈറ്റമിൻ ഡിയെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന കാൽസിഫെറോൾ എന്നാണ്. വൈറ്റമിൻ ഡിയുടെ 2 ഫോമാണ് D3യും D2. D3നെ നമ്മൾ കോളേകാൽസിഫെറോൾ എന്ന് വിളിക്കും, D2നെ നമ്മൾ എർഗോ കാൽസിഫെറോൾ എന്ന് വിളിക്കും. അതിന്റെ മെയിൻ സോഴ്സസ് ഏതാന്ന് വെച്ചാല് മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് തന്നെയാണ്. പിന്നെ അത് ഫോർട്ടിഫൈഡ് ഫുഡ്സിൽ വൈറ്റമിൻ ഡി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്ന് വെച്ചാല് ഇപ്പൊ എന്താ പറയാ, മിൽക്കിന്റെ ഒക്കെ പാക്കറ്റിൽ കണ്ടിട്ടില്ലേ, +F സൈനം, +F എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സൈൻ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഫുഡൊക്കെ ഫോർട്ടിഫൈഡ് ആണ്. പിന്നെ ചില കമ്പനിയുടെ ഓയിൽസ് ഒക്കെ, അതായത് എണ്ണ, വെജിറ്റബിൾ ഓയിൽസ്, സൺഫ്ലവർ ഓയിൽസ്, അതിലൊക്കെ പറഞ്ഞിട്ടില്ലേ വൈറ്റമിൻ ഡി ഒക്കെ ഫോർട്ടിഫൈഡ് ആണ്. വൈറ്റമിൻ ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വൈറ്റമിൻ ഡി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ +F അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് എന്ന് എഴുതി വെച്ച ആ പാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡിനൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സിലും കുറഞ്ഞ അളവിൽ വൈറ്റമിൻ ഡി ഉണ്ട്. ബട്ടർ, ക്രീം അതേപോലെയുള്ള ഡയറി പ്രൊഡക്ട്സിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ എഗ് യോക്ക്, ലിവർ അങ്ങനത്തെ ഫുഡിന് വൈറ്റമിൻ ഡി കുറഞ്ഞ അളവിലുണ്ട്. ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ്. പിന്നെ വേറൊരെണ്ണം ഫിഷ് ലിവർ ഓയിലാണ്. ഫിഷ് ലിവർ ഓയിലും വൈറ്റമിൻ ഡിയുടെ ഒരു ഗുഡ് സോഴ്സ് തന്നെയാണ്. ഇതൊരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താ, ഈ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ഒക്കെ നമ്മുടെ ബോഡിക്ക്, ഇപ്പൊ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് A, D, E, K അതൊക്കെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വൈറ്റമിൻസിൽ നിന്ന് അത് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് സ്വയം ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അതേപോലെ അല്ല, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് യൂറിൻ എക്സ്ക്രീറ്റ് ആവുന്ന കുട്ടികളിൽ അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യേണ്ടത്. ഈ വൈറ്റമിൻ ഡിയുടെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ആണ്. അതായത് 1,25 ഡീഹൈഡ്രോക്സി കോളേകാൽസിഫെറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ D3 ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ എന്താ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് വേറെ ഒരു വൈറ്റമിൻ ഡി വേണം എന്ന് പറയുന്നത്. ഇത് എവിടെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിലും കിഡ്നിയിലും ഒക്കെയാണ് ഈ ഹോർമോൺ ഫോം ചെയ്യുന്നത്. ഈ ഹോർമോണിന്റെ വൈറ്റമിൻ D3 ഹോർമോൺ അഥവാ 1,25 ഡീഹൈഡ്രോക്സി കോളേകാൽസിഫെറോളിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി കൂടിയേ തീരും. അതുപോലെ തന്നെ വേറെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആൻഡ് പ്രോപ്പർ മിനറലൈസേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്. അതായത് പറഞ്ഞു ബോൺസിന്റെയും ടീത്തിന്റെ ഒക്കെ മിനറലൈസേഷന് വേണ്ടിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് വൈറ്റമിൻ ഡി ഫോം ചെയ്യാൻ വേണ്ടത്, നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. പിന്നെ അതേപോലെ ഇൻഡസ്ട്രൈനൽ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. ഇൻഡസ്ട്രൈൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫോസ്ഫറസിന്റെയും കാൽസ്യത്തിന്റെയും ഒക്കെ അബ്സോർപ്ഷൻ, ഇൻഡസ്ട്രൈനൽ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും വൈറ്റമിൻ ഡി കൂടിയേ തീരും. ഈ കാൽസ്യത്തിന് ഫോസ്ഫറസിന് അബ്സോർപ്ഷന് വേണ്ടി മാത്രമല്ല, അതിന്റെ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എന്താ ഈ വൈറ്റമിൻ ഡി കൂടിയേ തീരും. ഇതിന്റെ RDA അതായത് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് പലർക്കും പലതാണ്. ഞാൻ പറഞ്ഞു, ചിൽഡ്രൻസിന്റെ പോലെയല്ല അഡൽസിന്, ഈ അഡൽസിന്റെ പോലെയല്ല ഇൻഫൻസിന് പലർക്കും വ്യത്യാസമുണ്ട്. പ്രഗ്നന്റും ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള വിമൻസിന് അതിലും കൂടുതലായിരിക്കും വേണ്ടേ. ഒരു 12 months to ഒരു 15 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ RDA സെറ്റ് ചെയ്തിരിക്കുന്നത് 50 mcg ഓഫ് വൈറ്റമിൻ ഡി ആണ്. അതായത് 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവെന്ന് പറയുന്നത് 15 mcg ആണ്. അല്ലാതെ ഒരു മുതിർന്ന ഒരു അഡൽറ്റിന് വേണ്ടത് 800 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് വൈറ്റമിൻ ഡി. അത്രയാണ് RDA റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത്ര വൈറ്റമിൻ ഡി. പിന്നെ നോക്കാൻ ഡെഫിഷ്യൻസി പറ്റിയിട്ടാണ്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറയുന്നത് റിക്കറ്റ്സ് ആണ്.
മെയിൻലി അത് ചിൽഡ്രനിലാണ് കാണുന്നത് റിക്കറ്റ്സ്. ഈ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറയുമ്പോഴാണ് റിക്കറ്റ്സ് വരുന്നത്. അതായത് ലോങ് ആയിട്ടുള്ള സോഫ്റ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കാലൊക്കെ, അതാണ് റിക്കറ്റ്സിന്റെ സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ഫ്ലാറ്റനിങ് ഓഫ് ദി ബാക്ക് ഓഫ് ദി സ്കള്ളിന്റെ ഒക്കെ ബാക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആയി പോവുക, അതാണ് റിക്കറ്റ്സിന്റെ സിംറ്റം എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഡെഫിഷ്യൻസി സിംറ്റം ആണ്. അതായത് വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുമ്പോഴാണ് വരുന്നത്. ചിൽഡ്രൻസിലാണ് കാണുന്നത്. ഈ അഡൾട്ട്സിലുള്ള വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റം എന്ന് പറയുന്നത് ഓസ്റ്റിയോമലേഷ്യയും ഓസ്റ്റിയോപോറോസിസും ആണ്. ഈ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ മസിൽ ആൻഡ് ബോൺ വീക്ക്നെസ് ആണ്. മസിലിന്റെ ബോണിന്റെ ഒക്കെ വീക്ക്നെസ്, അതിനൊട്ടും ബലമില്ലാത്ത അവസ്ഥയാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ബോൺ മാസ്. ലോസ് ഓഫ് ബോൺ മാസിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോമലേഷ്യയും ഓസ്റ്റിയോപോറോസിസും അഡൾട്ട്സിലാണ് കാണുന്നത്. റിക്കറ്റ്സ് ചിൽഡ്രൻസിലാണ് കാണുന്നത്. ഇത് മൂന്നും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി സിംറ്റം ആണ്. അതേപോലെ ഞാൻ പറഞ്ഞു, ഈ ഡെഫിഷ്യൻസി തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർട്ടിഫൈഡ് ഫുഡ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതായത് ഇപ്പൊ അവൈലബിൾ ആണ്, മിൽക്കിലൊക്കെ ഫോർട്ടിഫൈഡ് എന്ന് പറഞ്ഞ് കാണാം. അങ്ങനത്തെ മിൽക്കൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അധികം വരാതിരിക്കും. പിന്നെ അതേപോലെ തന്നെ സൂര്യപ്രകാശം എന്നും കൊള്ളുക. അതേപോലെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചിലപ്പോൾ സംടൈംസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കോമൺ ക്യാൻസർ, കോമൺ ആയിട്ടുള്ള ക്യാൻസർ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് സന്ധിവാതം പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് BP, പിന്നെ അതേപോലെ വേറെ ഇൻഫെഷ്യസ് ആയിട്ടുള്ള ഡിസീസ്, വേറെ ഇൻഫെക്ഷൻസ് ഒക്കെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയുമ്പോൾ, വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആവുമ്പോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് വൈറ്റമിൻ ഡിയെ പറ്റി പറയാനുള്ളത്. അടുത്തത് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു പേരാണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ധാരാളമായിട്ട് പല കോമൺ ഫുഡ്സിലും അടങ്ങിയിട്ടുണ്ട്. മെയിൻലി വീറ്റ് ജെയിം ഓയിൽ, വീറ്റിൽ നിന്ന് കിട്ടുന്ന ഓയിൽ, വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, അതിൽ നിന്നൊക്കെ കിട്ടണം വീറ്റ് ജെയിം, അത് അതിന്റെ ഒക്കെ ഓയില് അതൊരു ഗുഡ് സോഴ്സ് ഓഫ് ഇത് കേട്ടിട്ടില്ലേ, എള്ളെണ്ണ, നല്ലെണ്ണ, അങ്ങനത്തെ അതേപോലത്തെ ഉള്ള എണ്ണന്നൊക്കെ വൈറ്റമിൻ ഇയുടെ, അതൊക്കെ വൈറ്റമിൻ ഇയുടെ ഒരു മെയിൻ സോഴ്സ് ആണ്. പോരാതെ സീരിയൽസ്, ഗ്രീൻ പ്ലാന്റ്സ്, എഗ് യോക്ക്, മിൽക്ക് ഫാറ്റ്, ബട്ടർ, മീറ്റ്, നട്ട്സ്, വെജിറ്റബിൾ ഓയിൽസ്, സോയാബീൻ, കോട്ടൺ സീഡ്, അതൊക്കെ വൈറ്റമിൻ ഇയുടെ ഒരു റിച്ച് സോഴ്സ് ആണ്. വൈറ്റമിൻ ഇയെ നമ്മൾ ടോക്കോഫെറോൾ എന്നാണ് വിളിക്കുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറയും. അതിന്റെ ഒറിജിനൽ നെയിം എന്ന് പറഞ്ഞാൽ ടോക്കോഫെറോൾ, അല്ലെങ്കിൽ വേറൊരു പേരെന്ന് പറയുമ്പോൾ ടോക്കോഫെറോൾ ആണ്. ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ഡെൽറ്റ ടോക്കോഫെറോൾ ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ബയോളജിക്കലി ആക്റ്റീവ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് ആൽഫ ടോക്കോഫെറോൾ ആണ്. ആൽഫ ടോക്കോഫെറോൾ ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ട സാധനം. അതേപോലെ തന്നെ ഏറ്റവും ഈ 4 ഫോമിൽ കാണുന്നു പറഞ്ഞു ടോക്കോഫെറോൾ, ആൽഫ, ബീറ്റ, ഗാമ ആൻഡ് ഡെൽറ്റ. അതിൽ ഏറ്റവും വേണ്ടത് ആൽഫ ടോക്കോഫെറോൾ ആണ്. അതാണ് ബയോളജിക്കലി ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതർ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ബീറ്റ, ഗാമ, ഡെൽറ്റ ടോക്കോഫെറോളിന് ലോവർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആണുള്ളത്. അതായത് ഒരു 50%, ഈ ആൽഫ ടോക്കോഫെറോളിന്റെ 50% മാത്രമേ 1 to 50% മാത്രമേ ഈ ബീറ്റ, ഗാമ, ഡെൽറ്റ ടോക്കോഫെറോൾസ് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആൽഫ ടോക്കോഫെറോൾ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ, അതായത് വൈറ്റമിൻ ഇയുടെ മെയിൻ റോള്, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കാന്നാണ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തില് ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ആണ് പലപ്പോഴും ക്യാൻസർ പോലുള്ള മെയിൻ അസുഖത്തിന് കാരണമാവുന്നത്. ഈ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ആണ്. ഈ ഫ്രീ റാഡിക്കൽസിന്റെ ഫോർമേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ എപ്പോഴും ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. അപ്പൊ നമ്മുടെ ബോഡി നമ്മളെ പലതരത്തിലുള്ള അസുഖത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ അതായത് ഒരു പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കലാണ്. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഈ പെറോക്സൈഡിന്റെ ഫോർമേഷനെ തടയുന്നു. അതായത് പെറോക്സൈഡ് നമ്മൾ ഫുഡിൽ നിന്നൊക്കെയുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ നിന്നാണ് ഈ പെറോക്സൈഡ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷൻ നടന്നിട്ടാണ് ഈ പെറോക്സൈഡ് ഫോം ചെയ്യുന്നത്. നമ്മൾ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ വൈറ്റമിൻ ഇ എന്ത് ചെയ്യും, ഈ നമ്മൾ കഴിച്ച നമ്മുടെ ബോഡിയിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷനെ ഒക്കെ തടഞ്ഞ് ഈ പെറോക്സൈഡിന്റെ ഫോർമേഷനൊക്കെ തടഞ്ഞ് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യും, ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കും. പിന്നെ അതേപോലെ തന്നെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്ന വേറൊരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഇതുവരെ വൈറ്റമിൻ ഇയുടെ മെയിൻ ആയിട്ടുള്ള ബോഡിയിലുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കണ്ടുപിടിച്ചോളാം, അല്ലാതെ ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻ ഇതുവരെ ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. മെയിൻ ആയിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആന്റി ഓക്സിഡേഷൻ റോളാണ്. അതായത് പെറോക്സൈഡ് പോലെയുള്ള ഫ്രീ റാഡിക്കൽസിന്റെ ഒക്കെ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ അതേപോലെ സെൽ മെംബ്രെയിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാം. ഈ പെറോക്സൈഡ് ഒക്കെ സെൽ മെംബ്രെയിനെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഡിറ്റീരിയറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ സെൽ മെംബ്രെയിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാം. ഈ ഫാറ്റിനൊക്കെ ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യുക. അത്രയൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ആന്റി ഏജിങ് ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇതിന്റെ മെയിൻ ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറയുന്നത് ഫ്രജിലിറ്റി ഓഫ് RBC, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ്, RBC ചുവന്ന രക്തകോശങ്ങൾ, അതിന്റെ ഒക്കെ നാശം, ഫ്രജിലിറ്റി അതൊക്കെ ഇങ്ങനെ നശിച്ചു പോകണം. അതിനൊക്കെ കാരണവും ഈ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസി സിംറ്റം എന്ന് പറയുന്നത്, എൻഹാൻസ്ഡ് ഫ്രജിലിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നി ഫോം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ഒരു പറഞ്ഞിരിക്കുന്ന അളവിൽ വേണം. പക്ഷെ ഈ വൈറ്റമിൻ ഇ കുറവാണെങ്കിൽ, നമ്മുടെ ബോഡിയിൽ കുറവാണെങ്കിൽ, ഇൻക്രീസ്ഡ് യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് ക്രിയാറ്റിൻ ആണ്. അതായത് നമ്മുടെ യൂറിനിലൂടെ ഈ ക്രിയാറ്റിൻ ഓവറായിട്ട് എക്സ്ക്രീറ്റ് ആയി പോവുക. നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിന്റെ അളവ് കുറയുക, വേണ്ടതിലും കുറയുക. എന്നിട്ട് ഈ വൈറ്റമിൻ ഇയുടെ കുറവ് കാരണം യൂറിനിലൂടെ ഓവറായിട്ട് ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ, ഓവറായിട്ട് അത് എക്സ്ക്രീറ്റ് ആയി പോവുക ക്രിയാറ്റിൻ. അതേപോലെ തന്നെ വേറൊരു ഡെഫിഷ്യൻസി സിംറ്റം ആണ് മസിൽ ഡാമേജ് എന്ന് പറയുന്നത്. മസിലിന്റെ ഒക്കെ ഡാമേജ് സംഭവിക്കുക, വൈറ്റമിൻ ഇ ഇല്ലാത്ത കാരണം മസിൽ ഡാമേജ് ഒക്കെ സംഭവിക്കുക. ഇത് പക്ഷെ ഒരു ഫാറ്റ് സെല്ലുബിൾ വൈറ്റമിൻസ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് ലിവറിലും പിന്നെ അതേപോലെ തന്നെ ആഡിപ്പോസ് ടിഷ്യൂസിലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഈ വൈറ്റമിൻ ഇ നല്ലതാ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനം നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ ഓവറായിട്ട് കഴിക്കരുത്. ഓവറായിട്ട് കഴിച്ചാൽ ഡെഫിഷ്യൻസി അല്ല വരിക, ടോക്സിസിറ്റി ആണ് വരിക. മെയിൻലി ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു നോൺ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. പക്ഷെ ഹൈ ലെവൽ ഓഫ് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വൈറ്റമിൻ കെ, വേറൊരു ഇമ്പോർട്ടന്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതിന്റെ ആക്ടിവിറ്റീസിനൊക്കെ ഇന്റർഫിയർ ചെയ്യും. ഓവറായിട്ട് ഈ വൈറ്റമിൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവിലും കൂടുതൽ വൈറ്റമിൻ ഇ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ വൈറ്റമിൻ കെയുടെ ആക്ടിവിറ്റീസിനൊക്കെ ഇന്റർഫിയർ ചെയ്യും. പക്ഷെ ഈ ഫുഡ് ഇങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് മൂലം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫുഡിന്റെ വൈറ്റമിൻ ഇ കണ്ടന്റ് ഒക്കെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, പാക്കേജ് ചെയ്യുക, അതിലൊക്കെ ഈ ഫുഡിൽ ഇപ്പൊ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ അതിന്റെ ഓവർ പ്രോസസ്സിങ്ങും സ്റ്റോറേജും പിന്നെ പാക്കേജിങ് ഒക്കെ മൂലം ആ ഫുഡിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയുടെ അളവ് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഫ്രീസിങ് ഓഫ് വെജിറ്റബിൾ ഈസ് ഓൾസോ നോൺ ടു കോസ് സം ഡിസ്ട്രക്ഷൻ ഓഫ് വൈറ്റമിൻ ഇ.
അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇങ്ങനെ ഫ്രീസ് ചെയ്തൊക്കെ വെക്കുക. അതൊക്കെ ഇപ്പൊ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ആ വെജിറ്റബിളിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയുടെ ഒക്കെ അളവ് കുറയ്ക്കും ഈ ഫ്രീസിങ് ഒക്കെ ചെയ്യുമ്പോൾ. അക്കോർഡിംഗ് ടു ദ ഒറിജിനൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്, 1 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് 1 mg ഓഫ് ആൽഫ ടോക്കോഫറൽ അസറ്റേറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ICMR റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന RDA പ്രകാരം നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഇൻഫൻസിന്റെ കേസിന്, അതായത് ചെറിയ കുട്ടികളുടെ കേസിലാണെങ്കിൽ 3 to 4 mg ഓഫ് ആൽഫ ടോക്കോഫറോൾ ആണ്. അതേപോലെ തന്നെ ആൽഫ ടോക്കോഫറോൾ ഇക്വിവലൻസ് ആണ്. അതേപോലെ തന്നെ ചിൽഡ്രൻസിന്റെയും അഡോളസൻസിനൊക്കെ ഈ 3 to 4 mg ഓഫ് ആൽഫ ടോക്കോഫറോൾ ഇക്വിവലൻസ് ആണ്. അതേപോലെ അഡൽട്ട് മെയിലിനാണെങ്കിൽ 10 mg ആൽഫ ടോക്കോഫറോൾ ഇക്വിവലന്റും അഡൽട്ട് ഫീമെയിലിനാണെങ്കിൽ 7 to 13 mg ആൽഫ ടോക്കോഫറോൾ ഇക്വിവലൻസും. അതേപോലെ പ്രഗ്നൻസിയിൽ ലാക്ടേറ്റിംഗ് ആയിട്ടുള്ള മദേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഈ അഡൽട്ട് ഫീമെയിലിനെക്കാട്ടിലും അഡീഷണൽ 2 to 3 mg ഓഫ് ആൽഫ ടോക്കോഫറോൾ ഇക്വിവലൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെയുടെ മെയിൻ ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വൈറ്റമിൻ കെ വേണ്ടത്. വൈറ്റമിൻ കെ 3 ഫോമിലുണ്ട്, K1, K2 ആൻഡ് K3. K1ന്റെ വേറൊരു പേരാണ് ഫൈലോക്വിനോൺ, K2ന്റെ വേറൊരു പേരാണ് മെനാക്വിനോൺ ആൻഡ് K3യുടെ വേറൊരു പേരാണ് മെനാഡയോൺ എന്നുള്ളത്. ഇതില് 2 ഫോം ഓഫ് വൈറ്റമിൻ കെ നാച്ചുറലി ഒക്യൂർ ചെയ്യുന്നുണ്ട്. അതാണ് വൈറ്റമിൻ K1ഉം വൈറ്റമിൻ K2. വൈറ്റമിൻ കെ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമുക്ക് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നൊക്കെ കിട്ടും. അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ K1 കിട്ടും, അല്ലെങ്കിൽ ഫൈലോക്വിനോൺ കിട്ടും. ഈ വൈറ്റമിൻ K2 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് നമ്മുടെ ഹെൽത്തിനൊക്കെ ഗട്ട് ഹെൽത്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ആ നല്ല ബാക്ടീരിയാസ് ഒക്കെയാണ് ഇൻഡസ്ട്രിയിലുള്ള ബാക്ടീരിയൽ ആക്ഷൻ, നല്ല ഗുഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിന്റെ ഒക്കെ ആക്ഷൻ കാരണമാണ് വൈറ്റമിൻ K2 ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മെനാക്വിനോൺ ഫോം ചെയ്യുന്നത്. അതായത് വൈറ്റമിൻ K1ഉം K2ഉം നാച്ചുറലി ഫോം ചെയ്യുന്ന 2 വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ K1 ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നും, വൈറ്റമിൻ K2 നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ബാക്ടീരിയാസിൽ നിന്ന്, ഗട്ട് ഹെൽത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയസ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ആ ബാക്ടീരിയാസ് ആണ് വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ K3 എന്ന് പറയുന്നത് മെനാഡയോൺ ആണ്. അതാണ് വൈറ്റമിൻ K3 അല്ലെങ്കിൽ 2-methyl-1,4-നാഫ്തോക്വിനോൺ. അതാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള സിന്തറ്റിക് കോമ്പൗണ്ട് ആണ്. ഈ വൈറ്റമിൻ കെയുടെ K1 and K2 മാത്രം നാച്ചുറലി ഉള്ളൂ. K3 സിന്തറ്റിക് കോമ്പൗണ്ട് ആണ്. അതിന്റെ പേരാണ് മെനാഡയോൺ. പക്ഷെ ഇത് ട്രൈസ് ആസ് പൊട്ടന്റ് ബയോളജിക്കലി ആസ് ദ നാച്ചുറലി ഒക്യൂറിംഗ് K1 and K2. പക്ഷെ ബയോളജിക്കലി ആക്റ്റീവായിട്ട് നോക്കുമ്പോൾ ഈ സിന്തറ്റിക് ആയിട്ടുള്ള മെനാഡയോൺ ആണ് ഈ K1 and K2-നെക്കാളും ടൈസ് ഉള്ളത്. ഇതിന്റെ ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫ്, ഈ നാച്ചുറലി ഒക്യൂർ ചെയ്യുന്ന വൈറ്റമിൻ കെയുടെ ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് മെയിൻലി സ്പിനാച്ച്, ചീര, ക്യാബേജ്, ലെറ്റ്യൂസ്, അതേപോലുള്ള വെജിറ്റബിൾസ് ആണ് വൈറ്റമിൻ കെയുടെ ഗുഡ് സോഴ്സ് എന്ന് പറയുന്നത്. പോരാതെ ഫ്രൂട്ട്സ്, സീരിയൽസ്, ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, അതിലൊക്കെ കുറഞ്ഞ അളവിൽ വൈറ്റമിൻ കെ ഉണ്ട്. ഒരു ആവറേജ് ഒരു മിക്സഡ് ഡയറ്റ് ഡെയിലി ഒരു 300 to 500 mg ഓഫ് വൈറ്റമിൻ കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ഓഫ് ദ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറ്റമിൻ K2 ഓർ മെനാക്വിനോൺ ആണ്. അതിൽ ഹാഫ് എന്ന് പറയുന്നത്, വേറൊരു പകുതി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ K1, സോറി
അതെ, വൈറ്റമിൻ K1 അല്ലെങ്കിൽ ഫൈലോക്വിനോൺ ആണ് കിട്ടുന്നത്. ഈ വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ ന്യൂബോൺ ഇൻഫൻസിൽ ഇൻഡസ്റ്റൈനൽ പ്രോബ്ലംസ്, ഇൻഡസ്റ്റൈനൽ ഫ്ലോറസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി മൂലം. ഈ വൈറ്റമിൻ കെയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് ആന്റി ഹെമറജിക് വൈറ്റമിൻ ആണ്. അതായത് എന്താ പറയാ, നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് മെയിൻ ആയിട്ട് സഹായിക്കുന്നത്. ഈ ബ്ലഡ് ക്ലോട്ടിങ് ആവശ്യമായിട്ടുള്ള പ്രോത്രോംബിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് സിന്തസൈസ് ചെയ്യാനും വൈറ്റമിൻ കെ ആവശ്യമാണ്. അപ്പൊ വൈറ്റമിൻ കെയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് ആണ്. ഇപ്പൊ വൈറ്റമിൻ കെ കുറവാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാതെ കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ബ്ലഡ് ക്ലോട്ടിങ് ടൈം ഒക്കെ ഈ വൈറ്റമിൻ കെ ഡെഫിഷ്യന്റ് ആണെങ്കിൽ, ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് പെട്ടെന്നൊന്നും ക്ലോട്ട് ആവില്ല. ബ്ലഡ് ക്ലോട്ടിങ് ടൈം ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്റേണൽ ഹെമറേജും അൺകൺട്രോൾഡ് ബ്ലീഡിങ്, അതായത് ബ്ലീഡിങ് ഒക്കെ വന്നാൽ അൺകൺട്രോൾഡ്, അത് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ന്യൂട്രിയന്റ് നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്പെസിഫിക് റെക്കമെൻഡഡ് അലവൻസ് ഒന്നും ഇല്ല. പിന്നെ ഒരു സേഫ് ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് 12 to 20 mg ഫോർ ഇൻഫൻസ്. തീരെ ചെറിയ കുട്ടികൾക്ക്, ഇൻഫൻസിനാണെങ്കിൽ 12 to 20 mg, ചിൽഡ്രൻസിനാണെങ്കിൽ 20 to 40 mg, പിന്നെ അഡോളസൻസിനാണെങ്കിൽ 50 to 100 mg. അതേപോലെ തന്നെ അഡൾട്ട് ഇപ്പൊ ഫീമെയിൽ ആയാലും മെയിൽ ആയാലും 70 to 400 mg ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മള് കൺക്ലൂഷൻ ആയിട്ട് പറയാം, നമ്മൾ ഇന്ന് പറഞ്ഞത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റി മാത്രം, പിന്നെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിനെ പറ്റി പറഞ്ഞു. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിലാണ് അത് അതിന്റെ റോള് പറഞ്ഞു. ഓരോ വൈറ്റമിൻസിന്റെ നമ്മുടെ ബോഡിയിലുള്ള റോള് പറഞ്ഞു. അതിന്റെ എന്താ പറയാ, ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഏതൊക്കെ വൈറ്റമിൻസ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓരോ വൈറ്റമിൻസ് ഏതൊക്കെ സോഴ്സ് അല്ലെ ഏതൊക്കെ ഫുഡ് കഴിച്ചാലും നമുക്ക് കിട്ടും എന്നതിനെ പറ്റി പറഞ്ഞു. അതിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന നമ്മുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ അതൊക്കെ പറഞ്ഞു. ഇനി അഥവാ അളവ് അങ്ങനെ കൂടാൻ ചാൻസ് ഇല്ല, ഇങ്ങനെ അളവ് കൂടി കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ബാക്കി പറയുന്നതായിരിക്കും. അതായത് ബാക്കി വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.